ആ സ്ഫോടനത്തിൻ്റെ ഒരു രൂക്ഷത, തീവ്രത ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാണ്. തൊട്ടടുത്തുണ്ടായിരുന്ന വാഹനങ്ങൾ, അടുത്തുള്ള കെട്ടിടങ്ങൾക്കെല്ലാം സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മരണസംഖ്യ 1 ഇപ്പോൾ 16 പേരിൽ പലരുടെയും പരിക്കേറ്റ 16 പേരിൽ പലരുടെയും നില ഗുരുതരമാണ്. ഇപ്പോൾ കളക്ടർ സംസാരിക്കും. നമ്മൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് 3 പേര് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം 18 പേർക്കാണ് പരിക്ക് പറ്റിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വീടുകൾക്ക് നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ വീടുകൾക്ക് ഡാമേജ് ആയിട്ടുണ്ട്, ചുറ്റുമുള്ള വീടുകൾക്ക്. സോ വീടുകളിലുള്ളവർ താൽക്കാലികമായിട്ട് മാറ്റി പാർപ്പിക്കാനുള്ളതും അതേപോലെ പെർമനന്റ് ആയിട്ട് അവർക്ക് പൈസ കൊടുക്കണം നടപടി ഉടനെ തന്നെ സ്വീകരിക്കും. അത് മാത്രമല്ലാതെ വേറെ ഒരു പെർമിഷൻ ഇല്ലാതെയാണ് ഇവിടെ സ്റ്റോറേജ് ചെയ്തിട്ടുള്ളത്. സോ ആ കാര്യം നമ്മൾ ഉടനെ തന്നെ അന്വേഷിക്കും. അതൊരു സോറി ഇല്ല, ജസ്റ്റ് അറേഞ്ച് ആയിട്ടില്ല. നമുക്ക് ഇന്ന് തന്നെ ഒരു തീരുമാനമാക്കാം. ഓക്കെ, താങ്ക് യു. പോലീസ് കയറുകെട്ടി തിരിച്ചിരിക്കുന്നതിനകത്ത് നിന്ന് എല്ലാവരും പുറത്തിറങ്ങി സഹകരിക്കണമെന്ന് പോലീസ് അറിയിക്കുകയാണ്. അപകടം നടക്കുവാനുള്ള സാധ്യത ഇനിയുമുണ്ട് എന്നതുകൊണ്ട് എല്ലാ പൊതുജനങ്ങളും പോലീസുമായി സഹകരിക്കണം. റാഫി കരീം വീണ്ടും ചേരുന്നു. റാഫി, എന്താണ് അവിടെ കാണുന്ന കാഴ്ച? ഈ അപകടം നടന്ന പരിസരത്തുള്ള കെട്ടിടങ്ങൾ എല്ലാവർക്കും തന്നെ അപകടത്തിലാണ്. അജിംസ്, ഇപ്പോൾ ജില്ലാ കളക്ടർ NSK ഉമേഷ് പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ IBയുടെ MP ഉണ്ട്. ഇവർ ഈ പ്രദേശത്ത് പരിശോധന നടത്തുന്ന ഒരു കാഴ്ചയാണ് നിലവിലുള്ളത്. അല്പസമയം മുൻപ് കളക്ടറോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു തരത്തിലും ഇത്തരത്തിൽ വെടിമരുന്നുകൾ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പെർമിഷൻ വാങ്ങിയിരുന്നില്ല. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ വെടിക്കെട്ടിന്റെ ഭാഗമായി പടക്ക നിർമ്മാണം നടത്തുന്നതിനുള്ള അനുവാദം എവിടെ നിന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുമെന്ന് കളക്ടർ പറഞ്ഞു. ഒപ്പം തന്നെ ഈ പ്രദേശത്ത് ഈ അപകടത്തിൽ തകരാർ സംഭവിച്ച നിരവധി വീടുകളുണ്ട്. വാസയോഗ്യമല്ലാത്ത നിലയിൽ തകരാർ സംഭവിച്ച 15ഓളം വീടുകളുണ്ട്. ഈ വീടുകളിലെ താമസക്കാർക്ക് താൽക്കാലികമായി താമസിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണം അത് ഇന്ന് തന്നെ ഏർപ്പെടുത്തുമെന്നും കളക്ടർ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വീടുകളിൽ കേടുപാടുകൾ സംഭവിച്ച ആളുകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഉടനെ ആരംഭിക്കുമെന്നുള്ളതാണ് കളക്ടർ നമ്മളോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ അത് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ അപകടവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിവരങ്ങൾ ഈ പരിശോധനകൾക്ക് ശേഷം പറയാമെന്നുള്ളതാണ് ജില്ലാ കളക്ടർ NSK ഉമേഷ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് ഈ പ്രദേശത്ത്. ഈ പരിശോധനകൾക്ക് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ലഭ്യമാവുക. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ തന്നെ 6 പേരാണ് ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. അതിൽ 5 പേർ അതീവ ഗുരുതരാവസ്ഥയിലുള്ള ആളുകളാണ്, സാരമായ പരിക്കേറ്റ ആളുകളാണ്. മറ്റുള്ള 12 പേർ അത് ഈ പ്രദേശവാസികളായ ആളുകളാണ്. ഈ അപകടത്തിന്റെ ആഘാതത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഒപ്പം തന്നെ ഈ വീടുകളുടെ ചില്ലുകൾ തകർന്നു വീണുമുള്ള പരിക്കുകളാണ് ഇവർക്ക് സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഈ 5 പേരിൽ അവർ ഈ പടക്ക നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ആളുകളാണ്. ഇവിടെ ജോലിക്കായി. ശരി, റാഫി കരീമാണ് വിവരങ്ങൾ നൽകിയത്. തൃപ്പൂണിത്തുറയിൽ.